നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു പുതിയൊരു റിസോർട്ട് തുറന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. നമ്മുടെ മേപ്പാടിയിൽ കേട്ടോ, വയനാട്ടിൽ നിന്ന് നമ്മൾ കൽപ്പറ്റ കഴിഞ്ഞ് മേപ്പാടി വന്നു കഴിഞ്ഞാൽ ആണ് ഈ റിസോർട്ട് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ചായത്തോട്ടാണ്, അതായത് ചുറ്റിലും ചായത്തോട്ടാണ്. അതിൻ്റെ നടുവിലായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. ഇന്നലെ രാത്രിയാണ് നമ്മളിവിടെ എത്തിയത്. ഇന്നലെ രാത്രി നമ്മളൊരു 9 മണിയൊക്കെ ആയി. അപ്പം രാത്രി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു റിസോർട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് ഇതാ, ബി ക്യാമ്പ് കേട്ടോ, ബി ക്യാമ്പ് എന്നാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കോട്ടേജസ്, അതായത് പൂളിനെ ഫേസ് ചെയ്തിട്ട് 4 കോട്ടേജസ്, ഇതാണ് ഇവരുടെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ആ ഓരോ കോട്ടേജിലേക്കും പോകുന്ന ഒരു വേ, അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ കാണിച്ചു തരാം ഈ റിസോർട്ടിനെ കുറിച്ചും ഈ റിസോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് സമയം 10:45, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം. ഇതാ ഇവിടെ തന്നെ ഫുഡ് എല്ലാം റെഡിയാണ്, അതായത് ഹോംലി ഫുഡാണ് കേട്ടോ. നമുക്ക് എന്ത് ഫുഡ് വേണമെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരും. അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്. ഇതേ മമ്മൂ സഫയൊക്കെ റെഡി ആയിട്ടുണ്ട്. വാ വാ. എന്തൊക്കെയാ, സുഖല്ലേ? നിങ്ങളെ പേരെന്താ? മുഹമ്മദ്. സുഖന്നല്ലേ? എവിടെ സ്ഥലം? ഇവിടെ തന്നെ. എന്തൊക്കെയാ ഭക്ഷണം ഉള്ളതെന്ന്? ഓക്കെ, നോക്കട്ടെ എന്തൊക്കെയാ ഉള്ളതെന്ന്. ഇഡലി ഉണ്ട്, വെള്ളയപ്പം, പുട്ട്, ഇത് കുറേ ഉണ്ടല്ലോ. നമ്മൾ ആകെ 4 ഉള്ളൂ. അതെയാ? ഓക്കെ. പഴംപൊരി മുതൽ നമ്മുടെ കേക്ക്, പിന്നെ ഇടിയപ്പം, പുട്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇതേ ബാജി, ഇതെന്താ കടലക്കറിയാ? കടലക്കറി ഉണ്ട്, ഇതേ ചട്നി ഉണ്ട്, മുട്ടക്കറി ഉണ്ട്. ഇത് കുറേ ഉണ്ടല്ലോ. എന്തൊക്കെ കറി മമ്മ, എന്തൊക്കെ കറിയാണ് പറഞ്ഞോടേ? ഇതെന്താ കടലക്കറി? ആ ആ, ചട്നി, ബാജി. ആ മമ്മു മമ്മു മുട്ടക്കറിയും കൂട്ടിയിട്ടാണ് ഇടിയപ്പം കഴിക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ. മമ്മുവിന് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. മമ്മു കഴിക്കട്ടെ? കംപ്ലീറ്റ് കഴിക്കൂലേ? ഓക്കെ, ഒഴിച്ചേക്കട്ടെ. ഓക്കെ, നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചായത്തോട്ടത്തേക്ക് പോട്ടെ? ഫുള്ള് കറങ്ങാൻ പോട്ടെ? കഴിച്ചിട്ട് അഭിപ്രായം പറ കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടാ? അതെയാ? എന്താ എനിക്കെന്താ വേണ്ടേ? കടലക്കറിയാ വേണ്ടേ? 2 മക്കളും ഡിഫറെന്റാ. ഒരാൾ മുട്ടയും ഒരാൾ കടലി. എന്താ നല്ല തിക്ക് കറി ആട്ടതാ, തേങ്ങ അരച്ചിട്ട്, അതായത് വറുത്തരച്ച കറിയാണേ. കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, കറിവേപ്പിലൊക്കെ കാണുന്നുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. രണ്ടാളും ഇടിയപ്പം തന്നെ എടുത്തത്, അതുകൊണ്ട് സന്തോഷമായി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? റസീനെ? എൻ്റെ പങ്ങളെ കുട്ടിയുണ്ട്. എനിക്കെന്താ വേണ്ടേ? ഇടിയപ്പം തന്നെയാ? ഇടിയപ്പം. പൂരി ആയതുണ്ട്, 2 പൂരി തരുമോ? വേറെന്താ വേണ്ടേ? നന്നാ? ഓക്കെ. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇതിന് ഇത്തിരി ഐറ്റംസ് 1-2 പോരെ ഇങ്ങനെ ഉണ്ടാവും. അത് ശരി, ഡെയിലി ഉണ്ടാവും. അതെയാ? ഇത് ഇവിടുത്തെ മാനേജറാട്ടോ, ഇത് ഇവിടുത്തെ മാനേജറാണ്. നമുക്ക് ആളെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? കഴിച്ചാ? ഓക്കെ, നമുക്ക് എല്ലാം കുറച്ച് ട്രൈ ചെയ്യാം. കടലക്കറി എവിടെ? പൂരിയും ബാജിയാണ് കോമ്പിനേഷൻ. ബാജി കണ്ടിട്ട് അത്യാവശ്യം നല്ല ബാജിയാന്ന് തോന്നുന്നുണ്ട്. അപ്പം എല്ലാം നമുക്ക് കുറച്ച് ട്രൈ ചെയ്യാം. ആദ്യം നമുക്ക് മമ്മൂൻ്റെ ആ ഒരു മുട്ടക്കറി തന്നെ നമുക്ക് നോക്കാം. മമ്മു പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ്. അധികം സ്പൈസിയും കാര്യങ്ങളൊന്നുമില്ല. തേങ്ങ അരച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കി വെച്ചാൽ മുട്ടക്കറി, കടലക്കറി. ഓ, കടലക്കറി ഒരു ഇഷ്ടമില്ല. മിയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഞാൻ സ്പോട്ട് കാണിച്ചു തരാം. വാ. ഇതിൻ്റെ അകത്ത് തന്നെ കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ.
പുറത്തെവിടെയും വെക്കേണ്ട ആവശ്യമില്ല. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കാർ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് റൂംസ് കാണാം. ഇത് റൂംസിലേക്ക് പോകുന്ന ചെറിയൊരു ബ്രിഡ്ജാണ് കേട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ താഴത്ത് കണ്ടില്ലേ മീനിനെ വളർത്തുന്നുണ്ട്. ഇവിടെ ഇപ്പം 3 മാസമായി ഈ ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ആദ്യം തുടക്കം മുതൽ ഇട്ട മീനുകളാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മീനൊക്കെ വലുതായി വരുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കാം, പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. ഫ്യൂച്ചറിൽ ഓരോ കോട്ടേജിലും പോകാൻ വേണ്ടിയിട്ടുള്ള ആക്സസ് കണ്ടോ. ഇവിടെ ഇതാ ഒരു റൂമുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്തത് ഇതുപോലെ മറ്റൊരു റൂമിലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, യെസ്, ഓപ്പണാണ്. ലൈറ്റ് എവിടെ? ബാ, ഇതാണ് റൂം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഇവിടെ പൂള് കാണാൻ പറ്റും പുറത്ത്. ഇതാ ബാ, ഇവിടെ ബാൽക്കണി ഉണ്ട്. ഇപ്പം 4 കോട്ടേജുകൾ കണ്ടോ. ഇവിടുന്ന് ഈ ഒരു പൂളിനോട് ഫേസ് ചെയ്തിട്ട് 4 കോട്ടേജുകളുണ്ട്. ഓരോന്നിനും ബാൽക്കണി ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന്, ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ പൂളിൽ കുളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് അവരെ വാച്ച് ചെയ്യാം. കാരണം ഒറ്റയ്ക്ക് പൂളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പേടി ഉണ്ടാവും. ഇനി നമുക്കും പൂളിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇറങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ കുളിക്കുന്നതും കാണാൻ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചായത്തോട്ടം, ചുറ്റിലും ചായത്തോട്ടമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ചായത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു 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 സ്റ്റേ. അത് വേറൊരു വൈബായിരിക്കും. തണുപ്പ് സമയത്താണ് കൂടുതലായിട്ടും ഇവിടെ എന്ത് ചെയ്യുക, നല്ല താമസിക്കാൻ നല്ല ഭംഗിയുണ്ടാവും. കാരണം ഈ കോട ഇറങ്ങുന്ന സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നല്ല രസമായിരിക്കും. ഇവിടെയൊക്കെ കോട ഇറങ്ങാറുണ്ടെന്ന് പറയും. ഇവൻ ഈ പൂള് പോലും കവർ ആകാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഈ ഒരു റൂം. ഇനി നമുക്ക് പൂളിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ ഇറങ്ങിയിട്ട്. ഓരോ കോട്ടേജിലും നമുക്ക് താഴെ പൂളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഈസി വഴിയുണ്ട്. നമ്മൾ ചുറ്റിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇവിടുന്ന് ഇറങ്ങാനുള്ളതുണ്ട്, ഇവിടുന്ന് ഇറങ്ങാനുണ്ട്. ഇവിടുന്ന് ഈസി ആയിട്ട് ഇറങ്ങാം. വാ, ഈ സ്റ്റെപ്പ് വഴി ഈസി ആയിട്ട് ഇറങ്ങാം. എല്ലാ കോട്ടേജിനും ഉണ്ട് കേട്ടോ ഈ ഒരു ആക്സസ്. ഇതാ, ഇനി നമ്മൾ പോകുന്നത് പൂളിലേക്കാണ്. ഞാൻ ഇന്നലെ വന്നിട്ട് ഇതുവരെ ആയിട്ടും പൂളിൽ പോയിട്ടില്ല. കുട്ടികൾ 2 തവണ കുളിച്ചു. ഇന്നലെ രാത്രിയും കുളിച്ചു, ഇന്നും കുളിച്ചു. ഇനി നമുക്ക് ഈ ഒരു പൂളിൻ്റെ ആ ഒരു വൈബ് കാണാം. ഇതാ, അത്യാവശ്യം വലിപ്പമുള്ള പൂളാണ് കേട്ടോ. കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ്, മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ പൂളുണ്ട്. മമ്മ വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചത് പൂള് ചെറുതാണോ വലുതാണോ എന്നാണ്. ഞാൻ പറഞ്ഞു രണ്ടും ഉണ്ടാവും, നീ ടെൻഷൻ ആവണ്ട. കാരണം മമ്മ മറ്റേൽ ഇറങ്ങൂല, അതിന് ഭയങ്കര പേടിയാണ് മുങ്ങിപ്പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുളിക്കാനുള്ള പൂളും ഉണ്ട്, വലിയ ആൾക്കാർക്ക് കുളിക്കാനുള്ള പൂളും ഉണ്ട്. ഇതേ ഇവിടെ നമ്മൾ കുളിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടുന്ന് നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോട്ടേജുകളും കാണാം, പിന്നെ ഈ ഒരു ചായത്തോട്ടം, ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതേ ഈ പൂളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ചായത്തോട്ടം ഉള്ളത്. അത് കൂടാതെ ഇവിടുന്ന് ഞാനിങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്ന ഒരു ശബ്ദം കേട്ടു, അങ്ങനെ നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു അരുവി കാണുന്നുണ്ട് കണ്ടോ. ഇതേ നമുക്ക് ഈ ചായത്തോട്ടം ഇവിടെ തന്നെ കാണാൻ പറ്റും കണ്ടോ. ചായത്തോട്ടം, ഇതൊരു ചായത്തോട്ടമാണ്, അതൊരു ചായത്തോട്ടമാണ്. പിന്നെ വീടുണ്ട്, ഇവിടെ തന്നെ ഒരു വീട് കണ്ടോ, വീടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നൊരു വ്യൂ കണ്ടോ, ഇവിടുന്ന് കിട്ടുന്നൊരു വ്യൂ വേറെ തന്നെ ഒരു വൈബാണ് കണ്ടോ. അപ്പോൾ ഇതേ ഇവിടെ ഒരു വില്ല കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മുടെ മാനേജർ പറഞ്ഞ വില്ല ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ താമസിച്ചത് അവിടെയാണ്. ഇത് ആ ഒരു വില്ല. ഇതിൻ്റെ അകത്ത് 2 റൂംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല വലിപ്പം കാണുന്നുണ്ട് പുറത്തുനിന്ന്. ഇപ്പോൾ 2 റൂമേ ഉള്ളൂ, നമുക്ക് നോക്കാം. ഇവിടെ എത്ര റൂമുള്ളത്? ആ 2 റൂമാണല്ലേ. ഓക്കെ, ഇതാണ് 2ാമത്തെ റൂം കേട്ടോ. ഇതേ 2 പേർക്ക് കിടന്നുറങ്ങാൻ പറ്റിയ ഒരുമിച്ച് ഇതാ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റൂമാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ നേരത്തെ സ്റ്റേ ചെയ്തതിനേക്കാളും അതിനേക്കാൾ തണുപ്പ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കിച്ചൺ ഉണ്ട്. നമുക്കൊരു 2 ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വില്ല നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അവർക്ക് ഒരുമിച്ച് തന്നെ നമ്മുടെ ഒരു പൂളും യൂസ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതേ പൂളിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതേ മമ്മു വരുന്നുണ്ട്. മമ്മോ ചോദിക്കട്ടെ, വാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. നേരത്തെ കുളിച്ചല്ലേ നീ, വെറും കുളിയാ. മമ്മ എത്ര തവണ കുളിച്ച്? ഒരു പാട്ട് പാടി എന്നാ മമ്മ, ഒരു പാട്ട് പാടി. ഇന്നലെ പാട്ടിയെ ഇന്നാ മൈക്ക് പാടി. ഇത് എല്ലാവർക്കും പാട്ട് പാടുന്നത് മമ്മൂന്റെ. ഇന്ന പടി, നേരത്തെ ഇന്നലെ പാടിയ പാട്ടില്ലേ വണ്ടിന്ന്, അതിന് പാട്ട്? ബീം ബീം ബൂം ബൂം പറ.
Bimbirambira bimbimbo hoppada pasatar mein yasvitr vanumane bimbirambira bimbimbo kodilo tere kodilo 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 tere kodilo kodilo vachidane vanane vaatane vanane amanane vachidadilo kanete jatucha udide nanete jatucha udide nanete jatucha cha manete jatucha udide nanete jatucha നല്ല മഴയായല്ലോ. അപ്പൊ നമുക്ക് ഈ തവണയും കോട കാണാനുള്ള ഒരു ഭാഗ്യമില്ല. ഇന്നത്തെ കോടയും മഴ കൊണ്ടുപോയി. സ്വാഹ. മമ്മ എന്താ പ്രശ്നം? മമ്മന് മഴ പെയ്തിട്ടാകെ സങ്കടമായി. പൂളിൽ കുളിക്കാൻ പറ്റാത്ത സങ്കട. അങ്ങനെ നാക്കല്ല, അങ്ങനെ നാക്ക തലടിച്ചു ഒന്നും ആയില്ല. ഇരുന്ന കുളിക്കണ്ടേ നമ്മള്, അത് മനസ്സിലായില്ല. നീ ഇത് പിടിക്ക, ഇത് കാലിട് ആരില്ലോ, ആരും ഒന്നുമില്ല. മമ്മ പേടി വരുമ്പോ പാട്ടാ പാടും. ഒരു പാട്ട് പാടും, ഒരു പാട്ട് പാടും, ഒന്ന് പാടി ഒരു പാട്ടോടെ പോവാ. എന്തൊക്കെയാ സുഖം തന്നെയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതലായിട്ടും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും, ഇവിടെ എത്ര റൂംസ് ഉണ്ട്, അതുപോലെ ഇവിടെ പിന്നെ പാക്കേജ് എങ്ങനെയാണ്, അതുപോലെ ഫുഡ് ഇൻക്ലൂഡഡ് ആണോ, കുറേ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ പറഞ്ഞു, ഇവിടെ എത്ര റൂംസ് ഉണ്ട്? ഇവിടെ 10 റൂംസ് ഉണ്ട് ടോട്ടൽ. അതായത് മെയിൻലി പ്രീമിയം കാറ്റഗറിയിലെ 4 ഡിലക്സ് കോട്ടേജ് ആണ്. കപ്പിൾസിന് പറ്റിയതാണ്, ഹണിമൂൺ പാക്കേജ് പോലെ. പിന്നെ ബഡ്ജറ്റ് ആയിട്ട് വരുന്നവർക്ക് 2 ഡബിൾ റൂം വില്ല ഉണ്ട്, ബഡ്ജറ്റ് വില്ലയായിട്ട്. പിന്നെ നല്ല ഗ്രീനറി ആയിട്ടുള്ള ഫാമിലി താഴെയും മുകളിലായിട്ടുള്ളത്, ബാർബിക്യൂ മറ്റുള്ള ഫെസിലിറ്റി എല്ലാം കൂടിയിട്ട് ഒരു വലിയ ഫുള്ള് ഫാമിലി വരുവാണെങ്കിൽ അതിന് വേറൊരു ഗ്രീൻ വില്ല എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഫ്രീ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പലതരത്തിലുള്ള കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വെക്കും. അതെ. ചാർജസ് എങ്ങനെയാണ്? ചാർജസ് ഏതിന്റെ? ഇവിടെ റൂംസിന്റെ ഒക്കെ അത് ഫ്ലെക്സിബിൾ ആണ്. അതായത് ഒരു 4000 സ്റ്റാർട്ട് ആവും. പിന്നെ അപ്പുറത്തേക്ക് പിന്നെ പീക്ക് പീരിയഡ് ഉണ്ടാവും, സാറ്റർഡേ സൺഡേ, പിന്നെ കുറെ ഒക്കേഷൻസ് മറ്റേ ഇതൊക്കെ ഉണ്ടാവും. അതായത് ന്യൂ ഇയർ, ക്രിസ്മസ്, ആ സമയത്തൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മള് ബി ക്യാമ്പ് വീടാണ് കേട്ടോ. 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു. നിങ്ങൾക്ക് വയനാട്ടിൽ വന്നു കഴിഞ്ഞാല് നല്ലൊരു സ്റ്റേയും അതുപോലെ പൂളൊക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റിസോർട്ട് ഇഷ്ടപ്പെടും. 2 ദിവസം നമ്മളിവിടെ നിന്നു കേട്ടോ. പിന്നെ ചായത്തോട്ടം, ഇവിടെ അടുത്ത് ചായത്തോട്ടം ഉണ്ട്, പിന്നെ ട്രക്കിംഗ് ഉണ്ട്. അങ്ങനെ ഈ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആവശ്യമുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ വിളിക്കുക. ഇത് മേപ്പാടിയിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നടക്കണ്ട. ഓക്കെ, വെച്ച് കീറിക്കളയാം. എന്താ രസം.